കൊച്ചിയിൽ പരിശീലനത്തിനിടെ ടാൻസാനിയൻ നാവിക ഉദ്യോഗസ്ഥനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തേവര പാലത്തിൽ നിന്ന് പരിശീലനത്തിന്റെ ഭാഗമായി ചാടിയപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത്. നേവിയും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, എത്ര മണിയോടെയാണ് ഈ അപകടം സംഭവിച്ചത്? ഏത് ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്? ലക്ഷ്മി പത്മ, ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ പരിശീലനത്തിനിടയിൽ ടാൻസാനിയൻ നാവിക ഉദ്യോഗസ്ഥനെ ഒഴുക്കിൽപ്പെട്ടത്. അതായത് അദ്ദേഹം വെണ്ടുരുത്തി പാലത്തിന് കീഴ്വശത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിശീലനം നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ അദ്ദേഹത്തെ കാണാതെയാകുകയായിരുന്നു. തേവരപ്പാലത്തിൽ നിന്ന് പരിശീലനത്തിന്റെ ഭാഗമായി ചാടിയപ്പോൾ അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടാൻസാനിയയിൽ നിന്ന് പരിശീലനത്തിനായി കൊച്ചി നാവികസേനയുടെ ആസ്ഥാനത്തെത്തിയതാണ് ഈ നാവികൻ. നേവിയും ഫയർഫോഴ്സും അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി നടത്തുന്നുണ്ട്. അബ്ദുൾ ഇബ്രാഹിം സലെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനെ കണ്ടെത്താനുള്ള ഒരു നീക്കം ഊർജിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ തന്നെ കൊച്ചിക്കായൽ വലിയ അടിയൊഴുക്കുള്ള ഒരു പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നാവികസേനയുടെ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ശക്തമായ തിരച്ചിലാണ് അദ്ദേഹത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തേവരപ്പാലത്തിന് മുകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് ചാടുകയായിരുന്നു. അപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ. കൊച്ചിയിൽ പരിശീലനത്തിനിടെ ടാൻസാനിയൻ നാവിക ഉദ്യോഗസ്ഥൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ. തേവര പാലത്തിൽ നിന്ന് പരിശീലനത്തിന്റെ ഭാഗമായി ചാടിയപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത്. നേവിയും ഫയർഫോഴ്സും ശക്തമായി തന്നെ അവിടെ തെരച്ചിൽ തുടരുകയാണ്.